എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. പ്രാണപ്രിയ യേശുനാഥാ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥാ. പ്രാണപ്രിയ യേശുനാഥാ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. തള്ളപ്പെട്ട എന്നെ നിന്നെ പൈതലാക്കി തീർത്തുവല്ലോ. എന്റെ പാപം എല്ലാം പോക്കി, എന്നെ മുഴുവൻ സൗഖ്യമാക്കി. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എന്റെ പാപം എല്ലാം പോക്കി, എന്നെ മുഴുവൻ സൗഖ്യമാക്കി. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. ശബ്ദമുയർത്തി, എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ
എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. ശബ്ദമുയർത്തി എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്നെ മുറ്റും തരുന്നിതാ. ഹല്ലേലൂയ ഹോസന്ന, ഓ ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഓ ഹല്ലേലൂയ ഹോസന്ന, ഓ ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്നെ മുറ്റും തരുന്നിതാ. എന്നെ മുറ്റും തരുന്നിതാ. എന്നെ മുറ്റും തരുന്നിതാ. എല്ലാവരും പ്രാർത്ഥനയുടെ ആയിക്കോട്ടെ. കർത്താദാസൻ KJ തോമസ് അവരുടെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ രാത്രിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ യോഗം നമുക്കായി ക്രമീകരിച്ചിരിക്കുന്ന ഹെബ്രോൻ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന ബഹുമാന്യനായ റെജി പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കുടുംബം, ഇന്ന് രാത്രി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരും ആദരണീയരുമായ കർത്താവിൻ്റെ ദാസന്മാർ, എൻ്റെ സ്നേഹിതരെ പലരെ ഇവിടെയുണ്ട്. പ്രിയ ബിനു പാസ്റ്ററുണ്ട്, മറ്റനുഗ്രഹീതരായ കർത്തൃദാസന്മാരുണ്ട്. അവർക്കെല്ലാവർക്കും വിശേഷാൽ ആത്മപ്രചോദനമായ വളരെ അനുഗ്രഹീതമായൊരു സന്ദേശം ക്രിസ്തുവിൽ പ്രസിദ്ധനായ ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രൈസ് കർത്തായിൽ നിന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. രാജ്യങ്ങൾ തോറും, പട്ടണങ്ങൾ തോറും, ഗ്രാമങ്ങൾ തോറും ആ ദൈവദാസനെ ദൈവം ഉപയോഗിക്കട്ടെ. കർത്താവിനായി അനേകരെ നേടാൻ ദൈവം പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസനെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. നമ്മുടെ കരങ്ങളെ ഉയർത്തിയ കർത്താവിൻ്റെ ദാസനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം അദ്ദേഹത്തെ ധാരാളം അനുഗ്രഹിക്കട്ടെ. മറ്റേ ജീവിത സംധാരണത്തിന് വേണ്ടി കരയും കടലും കടന്ന് ഈ രാജ്യങ്ങളിൽ കടന്നു വന്ന് കഠിനാധ്വാനം ചെയ്യുകയും അപ്പോൾ തന്നെ ഇല്ലാത്ത സമയമുണ്ടാക്കി ഈ രാത്രി യോഗത്തിനായി ആവേശത്തോടെ ആവലോടെ കടന്നു വന്ന എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും വളരെ അനുഗ്രഹീതമായ ആത്മീക ഗീതങ്ങൾ നമുക്ക് വേണ്ടി ആലപിക്കുന്ന ക്രൈസ്തവ കൈരളിക്ക് സുപരിചിതനായ അനുഗ്രഹീതനായ ഗായകൻ ബിജു കുമ്പനാട് അവർ, അദ്ദേഹത്തോട് ചേർന്ന് സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മറ്റു സഹോദരങ്ങൾ, എല്ലാവർക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ പ്രിയ സജനങ്ങളിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന യോഗത്തിലേക്ക് അദ്ദേഹം എന്നെ കൊണ്ടുവന്നു. പ്രിയങ്ങളുടെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം.
ഇന്ന് രാത്രി വളരെ ശാന്തമായ നിലയിൽ യേശുവിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിച്ച് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതിന് മുമ്പ് ദൈവത്തെ ഓർത്ത് ആരും ഈ ഹാളിന് പുറത്ത് പോകാൻ പാടില്ല. കാരണം നിങ്ങളുടെ മരണത്തിന് മുമ്പ് നിങ്ങൾ കേട്ടിരിക്കണമെന്ന് പരിശുദ്ധാത്മാവിന് നിർബന്ധമുള്ളൊരു സന്ദേശം ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. ഇത് നിങ്ങളുടെ നിത്യതയുടെ വിഷയമാണ്. അതുകൊണ്ട് ഗൗരവത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ ഇരുന്നാൽ ഈ സന്ദേശം നമുക്കൊരു നഷ്ടമല്ല, ഇത് നിത്യതയോട് നമ്മെ അല്പം കൂടെ അടുപ്പിക്കുമെന്ന് ഇന്ന് രാത്രി ഉറപ്പുള്ള എത്ര പേരുണ്ട്? അവർ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം പറയാം. ചരിത്രത്തിൻ്റെ ത്വരിതഗതിയിലുള്ള ഗമനത്തിന് പ്രപഞ്ചം മുഖസാക്ഷിയാകുന്നു. ഭൂതകാല യവനികയ്ക്കുള്ളിലെ വർഗീയവും മതാധിഷ്ഠിതവുമായ നങ്കൂരങ്ങൾക്കൊക്കെ ഉലച്ചിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇതിഹാസ പ്രസിദ്ധങ്ങളായ നാഗരികതകൾ പ്രാദുർഭവിക്കുകയും വീണ്ടും മണ്ണിനടിയിലേക്ക് തിരോധാനപ്പെടുകയും ചെയ്യുന്നു. യുദ്ധങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നു. പോരിൻ്റെ ക്രന്ഥനങ്ങൾ അടർക്കളത്തിൽ മുഴങ്ങുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന കാലം പലതിനെയും പുതിയ ആവരണങ്ങൾ അണിയിച്ച് രംഗത്തിറക്കുന്നു. തത്വസംഹിതകളും പ്രത്യയ ശാസ്ത്രങ്ങളും കാലത്തിനൊത്ത പുത്തൻ കുപ്പായങ്ങൾ അണിയുന്നു. ആക്രമവും കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകങ്ങളും കരിഞ്ചന്തയും ഇന്നത്തെ മനുഷ്യന്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു. ആത്മഹത്യകൾ വർദ്ധിക്കുന്നു. മനോരോഗികളുടെ എണ്ണം പെരുകുന്നു. കൊലപാതകങ്ങളുടെ എണ്ണം ഗണ്യാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മ്യൂലച്യുതി ബാധിച്ച പ്രത്യയ ശാസ്ത്രങ്ങൾ, തകർന്നുകൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങൾ, മദ്യത്തിനും മയക്കും മരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമകളായി സുബോധം നഷ്ടപ്പെട്ട ഒരു തലമുറ, പാവപ്പെട്ടവന്റെ വിയർപ്പിൽ നിന്ന് കിട്ടുന്ന വാർഷിക വരുമാനത്തിന്റെ സിംഹഭാഗവും പട്ടാളക്കാരെ തീറ്റിപ്പോറ്റാനും പ്രതിരോധ സംവിധാനങ്ങൾക്കും ആയുധ നിർമ്മാണത്തിനും ഉപയോഗിച്ച് ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറകൾ തകർന്നു തരിപ്പണമായി ആഗോള സാമ്പത്തിക മാന്ദ്യം പോലെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങളുടെ നൂലാമാലയ്ക്കകത്തുപെട്ട് മനുഷ്യനിവിടെ വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുന്നു. കരുത്തുറ്റ ഭരണാധികാരികൾ എന്ന് നാം ഓമന പേർ ചൊല്ലി വിളിക്കുന്ന ഭരണസാരഥികൾക്ക് പോലും അവർ ഭരിക്കുന്ന രാജ്യത്തിന്റെ ഭരണസുരാചക്രം എങ്ങനെ തിരിക്കണമെന്നറിയാൻ കഴിയാതെ ആകാംക്ഷയുടെ മുൾമുനയിലാണ്. ചുരുക്കി പറഞ്ഞാൽ ചിന്തിക്കുന്ന സകല മനുഷ്യനും മനസ്സിലാക്കുന്നൊരു പരമാർത്ഥമുണ്ട്. ആ പച്ചപ്പരമാർത്ഥം ഇതാ: മനുഷ്യന്റെ ഭാവി ആശാവഹമല്ല എന്ന യാഥാർത്ഥ്യം. മനുഷ്യ ഭാവിക്ക് മുകളിൽ അനിശ്ചിതത്വത്തിന്റെ കാർമേഘ പടലങ്ങൾ ഉരുണ്ടുകൂടി നാളെയുടെ നീളയിൽ ഇവിടെ എന്തു സംഭവിക്കുമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും നിർജീവന്മാരായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആനുകാലിക സംഭവങ്ങളെ കണ്ടുകൊണ്ട് അകത്തൂറിച്ചിരിക്കുന്ന ഒരു കൂട്ടർ ഈ മണ്ണിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരാണ് ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ ഉറപ്പുണ്ട്? അവര് കരമുയർത്തി ശക്തിയോടെ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം പറയാം. എന്താ നമ്മളകത്തൂറിച്ചിരിക്കുന്നത്? പത്രപാരായണം നടത്താത്തത് കൊണ്ടാണോ? അല്ലവേ അല്ല. എല്ലാ ദിവസവും പ്രഭാതാഭിവാദനങ്ങൾ എന്തിക്കൊണ്ട് നമ്മുടെ കരങ്ങളിൽ പറന്നെത്തുന്ന വർത്തമാന പത്രങ്ങൾ കുലങ്കക്ഷമായി നാം വായിക്കുന്നു. നമ്മുടെ സ്വീകരണ മുറിയിലിരിക്കുന്ന ദൃശ്യമാധ്യമങ്ങൾ നാം കാണുന്നു, കേൾക്കുന്നു. ഒരു കാര്യം സത്യമാണ്: ആനുകാലിക സംഭവങ്ങളെ ബൈബിൾ വീക്ഷണത്തിൽ വിചിന്തനം ചെയ്യുന്ന ഒരു വിശുദ്ധൻ ഇന്ന് രാത്രി പറയും, ഒരു വിശുദ്ധ മതി ഇന്ന് രാത്രി പറയും, ആകാശ മേഘത്തെ തേരാക്കി തന്റെ തിരുസഭയെ ചേർക്കാൻ യേശു മടങ്ങി വരുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അവർക്ക് ഈ രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസും സഹയാത്രികരും യാത്ര ചെയ്ത ആ സമുദ്രം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിനോദ
വിനോദസഞ്ചാരികളുടെ വിഹാര കേന്ദ്രമായിരുന്നു. അതിനപ്പുറത്ത് വല്ലതും ഉണ്ടോന്നറിയാൻ നൂറുകണക്കിന് യാത്രക്കാർ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ അനന്തമായ സമുദ്രത്തിനപ്പുറത്ത് ഒന്നും തന്നെ കണ്ടെത്താൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ യാത്രക്കാർ പാതി വഴിയിൽ യാത്ര മതിയാക്കി തിരികെ വന്നിട്ട് സ്പെയിനിലെ രാജാവിന് റിപ്പോർട്ട് കൊടുത്തു. അതിങ്ങനെയായിരുന്നു: രാജാവേ, ഈ സമുദ്രത്തിനപ്പുറത്തൊന്നുമില്ല. അതുകൊണ്ട് സ്പെയിനിലെ മണ്ടൻ രാജാവ് അവിടെ ഒരു ബോർഡ് എഴുതി വെപ്പിച്ചു. അതിങ്ങനെ: ഈ സമുദ്രത്തിനപ്പുറത്തൊന്നുമില്ല. ഇത് വായിച്ചിട്ടാണ് കൊളംബസും സഹയാത്രികരും യാത്ര ചെയ്തത്. മാസങ്ങൾ നീണ്ട യാത്ര. കൊണ്ടുവന്ന ആഹാര സാധനങ്ങൾ മുഴുവൻ തീർന്നു തുടങ്ങി. ഒരു കര കാണാനില്ല. ഉടനെ അദ്ദേഹത്തോട് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സഹയാത്രികർ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു: സാറേ, യാത്ര തുടങ്ങിയിട്ട് മാസങ്ങളായി, ഒരു കരയോ കാണാനില്ല. കൊണ്ടുവന്ന ആഹാര സാധനങ്ങൾ മുഴുവൻ തീർന്നു തുടങ്ങി. അതുകൊണ്ട് ഞങ്ങളൊരു നല്ല കാര്യം പറയാം, വന്ന നാട്ടിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. അതാ ബുദ്ധി. അല്ല, ഇനി യാത്ര തുടരാൻ തീരുമാനിച്ചാൽ ആഹാര സാധനങ്ങൾ മുഴുവൻ തീരും, നമ്മൾ പട്ടിണി കിടന്നു മരിക്കും, ഈ കപ്പൽ തകരും, ഈ സമുദ്രത്തിലെ കൂറ്റൻ മത്സ്യങ്ങൾ നമ്മുടെ ശവശരീരങ്ങൾ വെട്ടി വിഴുങ്ങും. അതിനേക്കാൾ നല്ലത് വന്ന നാട്ടിലേക്ക് മടങ്ങിപ്പോകുക. ഉടനെ കൊളംബസ് അവരോട് പറഞ്ഞു: ഇല്ലില്ല, വന്ന നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ഞാനില്ല. എന്നിട്ട് വിദൂരതയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു: ദാ ഒരു കര കാണുന്നു, ദാ ഒരു കര കാണുന്നു എന്ന് കൊളംബസ് പറഞ്ഞതും സഹപ്രവർത്തകർ പെരുവിരലിൽ കുത്തി ദൂരേക്ക് നോക്കി. പക്ഷെ ഒരു കര കാണാനില്ല. ഉടനെ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി പറഞ്ഞു: യാത്രയുടെ ദൈർഘ്യം നിമിത്തം മാനസിക സമ്മർദ്ദം പേറി കൊളംബസിന് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതുകൊണ്ടാ ഇല്ലാത്തൊരു കര ദാ കാണുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. ഉടനെ കൊളംബസ് പറഞ്ഞു: ഇല്ലില്ല, നിങ്ങൾ പറയുന്നത് പോലെ യാത്രയുടെ ദൈർഘ്യം നിമിത്തം മാനസിക സമനിലയൊന്നും തെറ്റി എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടില്ല. ദാ ഒരു കര കാണുന്നു എന്ന് ഞാൻ വെറുതെ പറയുന്നതുമല്ല. ഈ സമുദ്രത്തിന് മുകളിലൂടെ അങ്ങോട്ട് പറക്കുന്ന പക്ഷികളെ നിങ്ങൾ കണ്ടോ? ഏതാ ഈ പക്ഷികൾ? ഈ പക്ഷികൾ സമുദ്രത്തിൽ വളരുന്ന പക്ഷികളല്ല, ഏതോ കരയിൽ വളരുന്ന പക്ഷികളാ. സന്തോഷാധിക്യത്താൽ അവിടെ നിന്ന് ചിറകടിച്ച് പറന്നു പൊങ്ങി ഈ അനന്തവിഹായുസിലൂടെ ഈ സമുദ്രത്തിന് മുകളിലൂടെ പറന്ന് തിമിർത്ത് മടുത്തു കഴിഞ്ഞപ്പോ അവ വളരുന്ന കരയിലേക്ക് തിരിച്ചു വിശ്രമത്തിനായി പറക്കുകയാണ്. അതുകൊണ്ട് ഈ പക്ഷികൾ വളരുന്ന ഒരു കര ഇതിന്റെ തൊട്ടപ്പുറത്തുണ്ട്. ഈ സമുദ്രത്തിലൂടെ ഒഴുകി നടക്കുന്ന പച്ച സസ്യങ്ങൾ നിങ്ങൾ കണ്ടോ? ഏതാ ഈ സസ്യങ്ങൾ? ഏതോ കരയിൽ വളരുന്ന സസ്യങ്ങൾ. ആ സസ്യങ്ങൾ മലവെള്ളം അതിന്റെ മാസ്മര ലഹരിയിൽ ഒഴുകി വന്നപ്പോ പിഴുതെടുക്കപ്പെട്ട് ഈ സമുദ്രത്തിലേക്ക് തള്ളിയിടപ്പെട്ടത്. അതുകൊണ്ട് ഈ പക്ഷികൾ വളരുന്ന, സസ്യങ്ങൾ വളരുന്ന ഒരു കര ഇതിന്റെ തൊട്ടപ്പുറത്തുണ്ട്. ഈ രണ്ടടയാളങ്ങളുടെ വെളിച്ചത്തിലാണ് അവർ അമേരിക്ക എന്ന കരയിൽ കാലുകുത്തത്തക്ക നിലയിൽ യാത്ര തുടരാൻ